viewers, welcome back to Silent Learning. It's me Sri Bhama SB. മക്കളെ മിസ് എന്ന് വന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട നമ്മുടെ ജേർണി ഇൻസൈഡ് ദ ആറ്റത്തിലെ ഒരു ടോപ്പിക് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എപ്പോഴും എക്സാമിന് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ബോർ അറ്റോമിക് മോഡൽ. അത് സിമ്പിൾ ആയിട്ട് ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. റെഡി അല്ലടാ? അപ്പൊ എന്താണ് ആദ്യം നമുക്ക് ആരാണ് നീൽസ് ബോർ, എങ്ങനെയാണ് അദ്ദേഹം അത് കണ്ടുപിടിച്ചെന്നുള്ളതിലോട്ട് നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം. അപ്പൊ നീൽസ് ബോർ വാസ് എ പ്രൊഫസർ ഓഫ് ഫിസിക്സ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഡെൻമാർക്ക്. അവിടെ ഡെൻമാർക്ക് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പഠിച്ചത്. അതുപോലെ ഹി വാസ് ക്യൂരിയസ് അബൌട്ട് ഹൗ ആറ്റംസ് എക്സിസ്റ്റ് ആൻഡ് ബിക്കോസ് ദ ഓൾഡ് മോഡൽസ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ വൈ ഇലക്ട്രോൺസ് സ്റ്റേ അറൌണ്ട് ദ ന്യൂക്ലിയസ് വിത്തൗട്ട് കൊളാപ്സിങ്. അപ്പൊ ഓരോരുത്തരും ഓരോന്ന് ഡിസ്കവറി ചെയ്തു അല്ലെ. ഫസ്റ്റ് മുതൽ ആൻഷ്യൻ ടൈംസ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് കണ്ടുപിടിച്ച് റുദർഫോർഡ് വന്നു, അതിനു മുമ്പ് തോംസൺ മോഡൽ വന്നു, അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ആണ് ബോറിന്റെ മോഡലിലോട്ട് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതാണ് വേൾഡ് വൈഡ് ആയിട്ട് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഹിസ് എക്സ്പ്ലനേഷൻ ഓഫ് അറ്റോമിക് സ്ട്രക്ചർ പ്രൊവൈഡ് മോർ ക്ലാരിറ്റി. അപ്പൊ ഏറ്റവും നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്ന് കണ്ടുപിടിച്ചത് നീൽസ് ബോർ ആയിരുന്നു. നീൽസ് ബോർ റിസീവ് നോബൽ പ്രൈസ് ഇൻ 1922 ഫോർ ഹിസ് വർക്ക് ഓഫ് സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പൊ അതിന് നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. ഈ ജസ്റ്റ് അദ്ദേഹത്തെ പറ്റി ഒരു ഔട്ട്ലൈൻ മാത്രമാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇനി നമുക്ക് മോഡൽ ഓഫ് ആറ്റം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, ശ്രദ്ധിച്ചിരിക്കുക, വെരി വെരി കെയർഫുൾ ആയിട്ടിരിക്കുക. മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്നറിയാം? ഫസ്റ്റ് വൺ, ഇലക്ട്രോൺ മൂവ് ഇൻ എ ഫിക്സഡ് പാത്ത്. നമുക്കറിയാം ഒരു ആറ്റത്തിന്റെ മോഡൽ വരയ്ക്കുന്ന സമയത്ത് സെന്ററിൽ ന്യൂക്ലിയസ്, ഇതിപ്പോ ന്യൂക്ലിയസ് ആണെങ്കിൽ ഇതിന്റെ ചുറ്റും സറൗണ്ടിങ്സിൽ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഇതിപ്പോ ഒരു ന്യൂക്ലിയസ് ആണെങ്കിൽ ചുറ്റും നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കും. ഇതെന്താ ശരിക്കും സാധനം എന്നറിയോ? ഇതാണ് ഫിക്സഡ് പാത്ത്. എന്നുവെച്ചാൽ ഇലക്ട്രോൺസ് പോകുന്ന പാത്താണിത്. പിന്നെ ഞാൻ ഇലക്ട്രോൺ ആണെങ്കിൽ ഇങ്ങനെ പോയി റൗണ്ട് ഇനി ഒരു പാത്തില്ലേ, ഈ പാത്താണ് ആക്ച്വലി നമ്മൾ അവിടെ വരച്ചിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഷെൽ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കോൾ ചെയ്തത്. ഓർബിറ്റോ ഷെല്ലോ ഏത് വേണേലും പറയാം. അപ്പൊ ഇലക്ട്രോൺ മൂവ് അറൌണ്ട് ന്യൂക്ലിയസ് പിന്നെ ഫിക്സഡ് സർക്കുലർ പാത്ത്. ഒരു ഫിക്സഡ് സർക്കുലർ പാത്തിലൂടെ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയുന്നു. ഓർബിറ്റ് ഹാവ് ഫിക്സഡ് എനർജി. ആ ഓർബിറ്റിന് ഫിക്സഡ് എനർജി ഉണ്ട്. ഓരോന്നിനും ഓരോ രീതിയിലുള്ള എനർജി ഉണ്ട് അല്ലെ. സോ ഈച്ച് ഓർബിറ്റ് ഹാസ് സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി ബട്ട് ദേ ആർ കോൾഡ് എനർജി ലെവൽ. അതുകൊണ്ട് ഓരോരോ എനർജി ലെവലുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓരോന്നിനും എനർജി സോഴ്സസും ഉണ്ട്. ഇനി ഇലക്ട്രോൺ ഡു നോട്ട് ലോസ് എനർജി. ഇലക്ട്രോൺസിന് എനർജി അങ്ങനെ ലോസ് ആവുന്നില്ല. വൈൽ മൂവിംഗ് in an organic electron they do not lose energy, so the atom remains stable. ഒരു ഫിക്സഡ് പാത്തിലൂടെ കറക്റ്റ് ആയിട്ട് അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് എനർജി ലോസും കാര്യങ്ങളൊന്നും വരില്ല. ആൻഡ് ഓർബിറ്റ് നെയിം കൊടുത്തിട്ടുള്ളത് KLMN എന്നാണ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് K ഷെല്ല്, സെക്കൻഡ് വൺ L, പിന്നെ M, പിന്നെ വരയ്ക്കുമ്പോൾ N. അങ്ങനെയാണ് 1 2 3 എന്നുള്ള രീതിയിലാണ് അതിന് ഓരോന്നിനും നെയിം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇലക്ട്രോൺ ജംപ് to other orbits. Electron gain energy, it jumps to higher orbit. അപ്പൊ ഇവർക്ക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഹയറിലോട്ട് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഇവിടെ ലോവർ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ എനർജി കിട്ടിയ ഹയറിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലോസസ് എനർജി ടു ലോവർ ഓർബിറ്റ് ആൻഡ് ഗീവ്സ് ഔട്ട് ലൈറ്റ്. അപ്പൊ ഫസ്റ്റ് ഈ ന്യൂക്ലിയസിന്റെ ഏറ്റവും അടുത്തുള്ളതിന് എനർജി കുറവ്, പിന്നെ എനർജി ഇങ്ങനെ കൂടി കൂടി വരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പലപ്പോഴും ഡൗട്ട് വന്നിട്ടുണ്ടാവും, ഓരോരോ ഓർബിറ്റിലും കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഫസ്റ്റ് ഓർബിറ്റിൽ 2 ആൻഡ് സെക്കൻഡ് ഓർബിറ്റിലാണെങ്കിൽ 8 ഇങ്ങനെയല്ലേ മിസ് ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ബോർബറി റൂൾ ആണത് കേട്ടോ. അപ്പൊ ബോർബറി റൂൾസ് അനുസരിച്ചിട്ട് നമ്മൾ അതിൽ ഇലക്ട്രോൺസ് എത്ര അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതാണ് 2n². എന്താ 2n²? n എന്ന് പറയുമ്പോൾ ഏതാണ്, ഷെല്ലിന്റെ നമ്പർ അനുസരിച്ചിട്ടാണ്. അപ്പൊ K ഷെല്ലാണ് എടുത്തതെന്നുണ്ടെങ്കിൽ 2 × n 1 അല്ലടാ ഫസ്റ്റ് അല്ലേ, അപ്പൊ 2 × 1 2 ആണ് K ഷെല്ല്. L ഷെല്ലാണെങ്കിൽ നമുക്കറിയാം രണ്ടാമത്തെ ഷെല്ലാണ് അല്ലെ, സെക്കൻഡ് ഷെൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 × 2² എന്ന് കൊടുത്താൽ 8 എന്ന് വരും അല്ലെ. 2 × 4 8 എന്ന് വരും. ഇങ്ങനെ 2 8 18 32 ഈ രീതിയിലാണ് നമുക്ക് ഓരോരോ ഷെല്ലുകളും ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ K ഷെൽ 2 L ഷെൽ 8 അങ്ങനെ അക്കോമഡേറ്റ് ചെയ്തിട്ടാണ് അത് പോകുന്നത്. ഈ ഒരു റൂളും നിങ്ങൾ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. റെഡി? അപ്പൊ ഔട്ടർമോസ്റ്റ് ഷെൽ cannot have more than 8 electrons even if they can hold more. അപ്പൊ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിനെ നമ്മൾ പറയും വാലൻസ് ഷെൽ എന്ന് നമുക്ക് വിളിക്കാം. വാലൻസ് ഷെല്ല്. ആ വാലൻസ് ഷെല്ല് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? 8 ഇലക്ട്രോൺസ് ആവണം എന്നാ.
8 ഇലക്ട്രോൺ ആയാലാണ് അവർ സ്റ്റെബിലിറ്റി വാങ്ങിക്കുക. ഒരു ആറ്റം സ്റ്റേബിൾ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്ത് 8 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാകേണ്ടത്. അതും ജസ്റ്റ് ഒന്ന് ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. പഠിക്കുമ്പോൾ നമ്മൾ എല്ലാം പഠിക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് മാത്രം മിസ് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഇലക്ട്രോൺ സ്പീഡ് ഫ്രം ദ ലോവസ്റ്റ് എനർജി ലെവൽ ഫസ്റ്റ് ഫ്രം ഇന്നർ ടു ഔട്ട് സൈഡ്. നമ്മൾ ഇതേപോലെ ഇന്നറിൽ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടാണ് ഔട്ട് സൈഡിലോട്ട് പോവാ. ഫസ്റ്റ് കെ ഷെല്ല് ഫില്ലാക്കും, പിന്നെ എൽ ഷെല്ല്, പിന്നെ എം ഷെല്ല്, പിന്നെ എൻ ഷെല്ല്, അങ്ങനെയാണ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്, ഓരോന്നിലും ഫിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ഓൺലി certain special orbit known as discrete orbit or of electrons are allowed inside the atom. While revolving the discrete orbit, the electron do not radiate energy. അപ്പൊ ദീസ് ഓർബിറ്റ് ഓർ ഷെൽസ് ഈസ് കോൾഡ്, അതിനെ നമ്മൾ എനർജി ലെവൽ എന്ന് പറയുന്നു. നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. നമ്മൾ ഓരോന്നിനും ഷെല്ലുകൾക്ക് നെയിമും കാര്യങ്ങളും കൊടുത്തു, KLMN എന്ന് കൊടുത്തു. അത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ന്യൂക്ലിയസ് സെന്ററിൽ പിന്നെ KLMN എന്നുള്ള രീതിയിലാണ് ഷെൽസുകളുടെ നെയിമും കാര്യങ്ങളും വരുന്നത്. ക്ലിയർ അല്ലേടാ? അപ്പൊ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരൊറ്റ ജസ്റ്റ് ഒരു സ്ലൈഡിൽ മിസ് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. ഇലക്ട്രോൺ ഡു നോട്ട് മൂവ് റാൻഡംലി അറൌണ്ട് ദ ന്യൂക്ലിയസ് ബട്ട് ഫോളോ ഫിക്സഡ് സർക്കുലർ പാത്ത് കോൾഡ് സ്റ്റേഷനറി സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ ഓർബിറ്റ്, അല്ലെങ്കിൽ ഷെൽ എന്നൊക്കെ പറയാം. ദ ഷെൽ ആർ റെപ്രസെന്റഡ് ബൈ KLMN ആണ്. ഇലക്ട്രോൺ ക്യാൻ റിവോൾവ് ഓൺലി ഇൻ ദീസ് അലൗഡ് ഷെൽസ് ആൻഡ് നോട്ട് ഇൻ ബിറ്റ്വീൻ ദം. ഫസ്റ്റ് ഷെൽ K ഷെൽ ആണ്, ക്ലോസസ്റ്റ് ടു ദ ന്യൂക്ലിയസ്. ദ എനർജി ഓഫ് ദീസ് ലെവൽ ഇൻക്രീസസ് ആസ് വി മൂവ് ഫ്രം ദ ന്യൂക്ലിയസ്. അപ്പൊ എനർജി ലെവൽ ന്യൂക്ലിയസിൽ നിന്ന് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് എനർജി ലെവൽ ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇലക്ട്രോൺ ക്യാൻ മൂവ് ടു അനദർ ഷെൽ ബൈ അബ്സോർബിംഗ് ഓർ റിലീസിംഗ് ഫിക്സഡ് എമൗണ്ട് ഓഫ് എനർജി. ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിക്ക് ഇലക്ട്രോൺ പോകുമെന്നുണ്ടെങ്കിൽ അവിടെ എനർജി റിലീസ് ചെയ്യണം. ആ ഒരു എനർജിയിലെ ആ ഒരു റിലീസ് ആയിട്ട് വന്നാൽ മാത്രമേ അത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജമ്പ് ചെയ്ത് ഇങ്ങനെ പോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈസി ആയിട്ട് ബോർ മോഡൽ സെറ്റ് ആയിട്ട് പഠിച്ചു, എല്ലാ കാര്യവും പഠിച്ചു. ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ കാര്യം മാത്രമാണ്. ഈ ജേർണി ഇൻസൈഡ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട ഒരു വലിയ വൈഡ് ചാപ്റ്റർ ആണ്. ഇതൊക്കെ പഠിക്കണ്ടേ, നമുക്ക് റിവിഷൻ ചെയ്യണ്ടേ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണ്ടേ, ഇതിന് MCQ ക്വസ്റ്റ്യൻസ് വേണ്ടേ, അസേഷൻ റീസൺ വേണ്ടേ, എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് വരും അല്ലേ? അതൊക്കെ അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ നിഞ്ച ബാച്ച്. നിഞ്ച ബാച്ചിൽ ഇപ്പോൾ ഓണം പ്രമാണിച്ച് 10% ഓഫറും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ള പ്രൈസിൽ നിന്ന് കുറഞ്ഞ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ നിഞ്ച ബാച്ചിൽ ഇപ്പൊ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ മക്കളെ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക, മിടുക്കറായിട്ട് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ സെറ്റ് ആയിട്ടിരിക്കുക. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും ബൈ.